ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ഉച്ചത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കയ്പ്പയ്ക്കപ്പേരിയാണ് കേട്ടോ. അതായത് ഈ പാവയ്ക്കത്തോരൻ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഇവിടെ പട്ടാമ്പി സൈഡിലൊക്കെ കയ്പ്പയ്ക്കപ്പേരി, പയറുപ്പേരി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് കയ്പ്പയ്ക്കപ്പേരി എങ്ങനെ തയ്യാറാക്കുക നോക്കിയാലോ. കയ്പ്പയ്ക്ക നന്നായി കഴുകി ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. കാരണം കുറച്ചിട്ട് വേണം കയ്പ്പയ്ക്ക കട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഉള്ളിയും പച്ചമുളകുമാണ്. അതും ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അടുപ്പത്തൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പേരികളൊക്കെ വെക്കുമ്പോൾ ഞാൻ കൂടുതലും വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യാറുള്ളത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, കറിവേപ്പില, പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പാവയ്ക്ക കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി ഇതൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോഴേക്കും അതൊന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് വെന്ത് നല്ലൊരു പരുവായി കിട്ടുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തോരൻ അല്ലെങ്കിൽ കയ്പ്പയ്ക്ക ഉപ്പേരി ഇവിടെ റെഡിയാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതുമാണ്. അതേപോലെ തന്നെ കയ്പ്പയ്ക്ക ഉപ്പേരി ഇഷ്ടമല്ലാത്തവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഓക്കെ ദെൻ, ബൈ.